ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ സ്റ്റെഫി പുറത്തേക്ക് കല്യാണിയെ കണ്ടിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അപ്പൊ അതേ സമയത്താണെങ്കിൽ കിരൺ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ രണ്ടുപേരും പരസ്പരം കാണുകയാണ്. അങ്ങനെ സ്റ്റെഫി വളരെ ധൈര്യത്തോടു കൂടി തന്നെ കിരണിന്റെ അരികിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് നീ എന്താടി ഇവിടെ എന്ന് കിരൺ ഇങ്ങനെ പുറകിൽ കൈ കെട്ടിയിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് സ്റ്റെഫി പറയുകയാണ്, ഞാൻ എന്തായാലും ഇവിടേക്ക് വന്നത് നിന്റെ ഭാര്യയെ കൊല്ലാനൊന്നുമല്ല, പക്ഷേ പുറത്തിറങ്ങിയാൽ കൊല്ലാക്കല ചെയ്യുമെന്ന് പറയാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുന്നുണ്ട്. നീ ആരാടി ഇത്ര വല്ലാണ്ട് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മുടെ കിരൺ. ഒരു പെണ്ണായിപ്പോയി ഇല്ലെങ്കിലുണ്ടല്ലോ എന്ന് പറയുകയാണ്. ആടാ, എന്തായാലും എൻ്റെ ഗംഗയെ കൊന്ന നിങ്ങളെയൊന്നും ഞാൻ വെറുതെ വിടില്ല. അല്ല, നീ എന്താടി കോടതിയിലോട്ട് വരാഞ്ഞത്? നീ തേടി പിടിച്ച് കണ്ടെത്തിയതല്ലേ CI. എന്നിട്ടിപ്പോൾ എന്താ ഉണ്ടായത്? CI ആ കോടതിയിൽ വെച്ച് നാണം കെട്ട് അയാൾക്ക് അവിടെ നിന്ന് തല കൊമ്പിട്ട് പോകേണ്ടി വന്നില്ലേ? ഞങ്ങൾ എന്തെങ്കിലും നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. എന്തായാലും ഞാൻ പരോളിൽ പോയി കഴിഞ്ഞാലും പരോള് കഴിഞ്ഞ് അകത്ത് പോയി കഴിഞ്ഞാലും ഇവിടെ എൻ്റെ ആൾക്കാരും ഗംഗയുടെ ആൾക്കാരും ഇവിടെയുണ്ട്. നിങ്ങളെ ഒന്നും വെറുതെ വിടില്ലടാ, സമാധാനം തരില്ലടാ എന്ന് പറയുകയാണ്. അപ്പോൾ എന്നിട്ട് പിന്നെ അവള് പറയുകയാണ്, നീ ഒരുത്തനെ കാട്ടിൽ കൊണ്ടുപോയി കൊന്നില്ലേടാ, അതിന് തെളിവുകളൊന്നുമില്ല, എന്നിട്ട് നീ ഇപ്പം നടക്കുകയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ ആ സമയം കിരൺ പറയാണ്, അതേടി ഞാൻ തന്നെയാണ് അയാളെ കൊന്നത്. നിന്നെ കൊല്ലണമെങ്കിലും എൻ്റെ ഈ കൈകൾക്ക് പറ്റും. അധികം നീ തിളയ്ക്കാതെ നിൽക്കടി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമുക്ക് കാണാടാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ പരസ്പരം കൊമ്പ് കോർത്ത് നമ്മുടെ സ്റ്റെഫി അവിടെ നിന്നും പോവുകയാണ്. സ്റ്റെഫി പോയതിന് ശേഷം ഒന്നും കൂടിയും കിരണിനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കല്യാണി അവിടെ കാദംബരിയോടും അതുപോലെ നമ്മുടെ ഇവനോടും കൂടി പറയുകയാണ്, ബൈജുവിനോട് പറയുന്നുണ്ട്. അതെ, എന്നാലും ഇത്രയ്ക്കായിട്ടും ആരും എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ബൈജു പറയാണ്, എന്ത് പറയാനാണ് കല്യാണി, ഒരുത്തൻ ഇപ്പം മരിച്ചവൻ എന്ന് പറയുന്നത് എത്രയോ കൊല ചെയ്ത് ഒരു കൊള്ളരുതാത്തവനാണ് മരിച്ചത്. അവന് വേണ്ടിയിട്ടാണ് ഈ CI എന്ന് പറയുന്ന ആള് വിളിക്കുന്നത്. എന്തിനാണ് മുറവിളി ഇങ്ങനെ കൂട്ടേണ്ട ആവശ്യം അയാൾക്ക് സത്യസന്ധമാണെന്നൊക്കെ പറയുന്നുണ്ട് അയാൾ എന്നൊക്കെ പറഞ്ഞ് ആ CI ബൈജു പറയുകയാണ്. അപ്പം അങ്ങനെ ആ സമയത്ത് കിരൺ അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ കിരണിനോടും കല്യാണി ഇത് ചോദിക്കുകയാണ്, എന്നാലും നിങ്ങൾ ജയിലിൽ കിടന്ന കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് ആ സ്റ്റെഫിയാണ് അതും എന്നോട് പറഞ്ഞത് എന്നും കൂടി കല്യാണി പറയുകയാണ്. അതിനെന്താ കല്യാണി ഇപ്പോൾ ഉണ്ടായത്? ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ, ഒന്നും കൂടാതെ പുറത്തിറങ്ങിയല്ലേ എന്ന് പറയുകയാണ്. അതിലെനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. എന്നാലും ആ CIയെ പേടിക്കണം കിരണേട്ടാ എന്ന് പറയുകയാണ്. നീ അതേക്കുറിച്ചൊന്നും ആലോചിക്കണ്ട, നിനക്ക് നോർമൽ ആവുന്നവരെ നീ അറിയിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നിന്നോട് ഇതൊന്നും പറയാതിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷമാണെങ്കിൽ ഈ സ്റ്റെഫി പോകുന്നത് നേരെ CIയുടെ അരികിലേക്കാണ്. സ്റ്റെഫി CIയോട് പറയുന്നുണ്ട്, എന്നാലും സാറേ അവനേക്ക് ഇങ്ങനെ വെറുതെ വിട്ടുപോയല്ലോ, വല്ലാത്ത നാണക്കേടായിപ്പോയി. അവൻ തന്നെയാണ് എൻ്റെ ഗംഗയെ ഇല്ലാതാക്കിയത് എന്ന് പറയുകയാണ്. ഞാൻ എന്തായാലും നാളെ കഴിഞ്ഞ് മറ്റന്നാൾ തിരിച്ച് ജയിലിലോട്ട് പോകും. അതിനു മുമ്പ് അവര് ജയിലിൽ അടച്ചു എന്നുള്ള ആ ഒരു വാർത്ത കേൾക്കാൻ എനിക്ക് സന്തോഷമായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ CI ചൂടാവുന്നുണ്ട്. CI പറയാണ്, എടി നീ മിണ്ടാതെ അവിടെ നിന്നോളാം, നിന്നെ സന്തോഷിപ്പിക്കാനൊന്നും ഞാനൊരു ആൾക്കും വാക്ക് കൊടുത്തിട്ടില്ല. എന്തേ നീ ജയിലിൻ്റെ അകത്തായി കഴിഞ്ഞാൽ ഇവിടെ അവരെ പിടിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് സന്തോഷം ഉണ്ടാകില്ലേ എന്ന് ചോദിക്കുകയാണ്. അല്ല സാറേ, നേരിട്ട് ആ കാഴ്ച ഒന്ന് കാണാൻ പറ്റുമല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. നിന്നേക്കാളും ഇപ്പോൾ വാശി എനിക്ക് അവനോട് ഈ കേസ് തെളിയിക്കേണ്ട ആവശ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇതുമായി മുന്നോട്ട് പോകും. നീ നിന്റെ കാര്യം അന്വേഷിച്ച് പോകാൻ നോക്ക് എന്നിങ്ങനെ പറയുകയാണ്. അതെ, നീ ഈ വലിയ കാര്യമൊന്നും പറയണ്ട, നീ ഒരു പെണ്ണായി പോയി, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഞാനും ഒന്ന് തന്നേനെ നിന്റെ മുഖത്ത് നോക്കി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സ്റ്റെഫിയെ അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അതിന് ശേഷമാണെങ്കിലും SI അവിടേക്ക് വരുന്നുണ്ട് CIയുടെ അരികിലേക്ക്. എന്നിട്ട് SI പറയുകയാണ്, സാറേ CCTV ഫുട്ടേജ് ഫുള്ള് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് അത് വാങ്ങിയിട്ട് അത് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യുകയാണ്. അങ്ങനെ ആ സമയത്ത് SIയോടും കൂടി പറയുകയാണ്, CI നോക്കടോ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും നോക്കുകയാണ്. അപ്പോൾ SI പറയുന്നുണ്ട്, ഇത് കിരൺ സാറിൻ്റെ വീടിൻ്റെ അവിടേക്കുള്ള വഴിയാണല്ലോ സാറേ എന്ന് പറയുമ്പോൾ അതെ, അത് തന്നെയാണ്. ഈ കാറ് അവിടെ നിന്നും നേരെ പോയത് അവൻ്റെ വീട്ടിലേക്ക് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കാറിൻ്റെ അകത്ത് ബോഡി ഉണ്ടായിരുന്നു. ആ ബോഡി ആ കിരണിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ തെങ്ങിൻ തൈ അത് എനിക്ക് നല്ല സംശയം തന്നെയുണ്ട്. അപ്പോൾ SI പറയാണ്, ആ തെങ്ങിൻ തൈ വെച്ചത് സാർ നഴ്സറിയിൽ പോയി അന്വേഷിച്ചപ്പോഴും 2-3 മാസം മുന്നേ വാങ്ങിയെന്നല്ലേ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം
ആ സമയത്ത് CI പറയുന്നുണ്ട്, അത് പറഞ്ഞതല്ല, അത് പറയിപ്പിച്ചതാണ്, എന്തായാലും ഉടനെ കണ്ടെത്തണം എന്നും പറഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ CI ആ നഴ്സറിയിലെ ആ ഉടമയുണ്ടല്ലോ അദ്ദേഹത്തെ, ആ വയസ്സായിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തെ തല്ലിച്ചതയ്ക്കുകയാണ്. എന്നിട്ട് പറയടോ സത്യം, താൻ ആർക്ക് വേണ്ടിയിട്ടാണ് നുണ പറഞ്ഞത്? നിങ്ങളുടെ കിരൺ എന്ന് പറഞ്ഞവൻ അവൻ എന്നാടോ ആ തെങ്ങിൻ തൈ എവിടെ നിന്നും കൊണ്ടുപോയത് എന്നിങ്ങനെ ചോദിച്ച് തല്ലുകയാണ്. അപ്പൊ സാറ് എന്നെ ഒന്നും ചെയ്യില്ല, ഞാൻ സത്യം പറയാം, അന്ന് തന്നെയാണ് ആ കല്യാണത്തിന്റെ അന്ന് തന്നെയാണ് ആ തെങ്ങും തൈ അവിടെ നിന്നും കൊണ്ടുപോയത് സാർ എന്ന് പറയുന്നുണ്ട്. നീ ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ED വല്ല ആവശ്യം ഉണ്ടായിരുന്നല്ലോ എന്നിങ്ങനെ ചോദിക്കണം. താൻ അപ്പം SIയോട് പറയുന്നുണ്ട്, ഇവൻ കുറച്ച് 2-3 മണിക്കൂർ ഇവിടെ കിടക്കട്ടെ, എന്നിട്ട് പറഞ്ഞയച്ചാൽ മതി, അല്ലെങ്കിൽ ഇവൻ വിളിച്ച് ഇവന്റെ മുതലാളിയോട് വിളിച്ച് പറയും, കിരണോട് പറയും ഇവനെ അറസ്റ്റ് ചെയ്തതൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് SIയും കൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ ആ സമയത്ത് നേരെ പോകുന്നത് കിരണിന്റെ വീട്ടിലോട്ടാണ്. അപ്പൊ CIയും SIയും 2-3 കോൺസ്റ്റബിളും അതുപോലെ തന്നെ ഈ മണ്ണൊക്കെ കിളക്കാൻ വേണ്ടിയിട്ടുള്ള 2-3 ആൾക്കാർ വേറെയും ഉണ്ട്, തൂമ്പയൊക്കെ ആയിട്ട്. അങ്ങനെ ആ സമയത്ത് അമലു ആണ് ആദ്യം തന്നെ കാണുന്നത് ഈ പോലീസ് വണ്ടി വരുന്നത്. അമലു വേലുവേട്ട ഒന്നിങ്ങ് വന്ന് പോലീസ് വന്നിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ വേലു അവിടേക്ക് വരികയാണ്. ഇയാൾക്ക് ഇതിന്റെ പുറകെ നടന്ന് മതിയായില്ലേ, ഇയാളെ കൊണ്ട് തോറ്റല്ലോ എന്നിങ്ങനെ വേലു പറയുന്നുണ്ട്. സ്വസ്ഥമായി ജീവിക്കാൻ ഇയാൾ അനുവദിക്കില്ല എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ശാന്തേച്ചിയും അവിടേക്ക് എത്തുകയാണ്. അങ്ങനെ ആ സമയത്ത് നീ എന്താടോ അപ്പൊ CI വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ കാട്ടിലോട്ടൊന്നും തിരികെ പോയില്ലേ, നിനക്ക് ഊരുവിലക്കുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇല്ല സാറേ, ഞാൻ പോകും, എന്തായാലും 2 ദിവസത്തിനുള്ളിൽ പോകും. നീ ചെയ്തു കൊടുത്ത ഉപകാരത്തിന് നിന്നെ ഈ വീട് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിന്നോളാൻ പറഞ്ഞിട്ടുണ്ടാവില്ലേ നിന്റെ മുതലാളി എന്നിങ്ങനെ ചോദിക്കണം. അല്ല സാറേ, കല്യാണി ചേച്ചി ആശുപത്രിയിലല്ലേ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട്. നിന്റെ കല്യാണി ചേച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് എന്നിങ്ങനെ CI ചോദിക്കുന്ന സമയത്ത് അമലുവാണ്, കുഴപ്പമില്ല സാറേ എന്ന് പറയുന്നുണ്ട്. ഇതാരാടാ എന്ന് ചോദിക്കുന്നുണ്ട് CI. ഇത് ഞാൻ താലി കെട്ടിയ പെണ്ണാണ് സാറേ, അമലു എന്ന് പറയുന്നുണ്ട്. ഓ അറിയാം, ഞാൻ നിങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് അന്വേഷണത്തിനിടയിൽ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അറിയാം എന്ന് പറയുകയാണ്. അങ്ങനെ ശാന്തേച്ചിയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇയാൾ എന്താ ഒരു കള്ളലക്ഷണം? പറഞ്ഞു ഒന്നുമില്ല സാറേ എന്ന് പറയുകയാണ്. അങ്ങനെ അതിനുശേഷം എന്തായാലും ഈ പറമ്പിൽ നിന്ന് തന്നെ ആ തെളിവെടുക്കണം. നിങ്ങൾ എന്തായാലും ഗംഗപ്രസാദിന്റെ ബോഡി ഇവിടെ ഈ പറമ്പിലല്ലേ കുഴിച്ചിട്ടുള്ളത്? ഇല്ല സാറേ, എനിക്കറിയില്ല അതൊന്നും എന്ന് പറയുന്നുണ്ട്. ആ തെങ്ങിൻ തൈ എന്നാണോ ഒഴിച്ചത് എന്ന് ചോദിക്കുമ്പോൾ 2-3 മാസമായി എന്ന് പറയുന്നുണ്ട്. ഇത് തന്നെയാണ് തെങ്ങിൻ തൈ തന്ന ആളും പറഞ്ഞത്, പക്ഷെ ഒടുവിൽ അയാൾക്ക് സമ്മതിക്കേണ്ടി വന്നു എന്നാണ് തന്നതെന്നുള്ളത്. നിങ്ങൾ ആരും മറക്കാത്തൊരു ദിവസമാണല്ലോ അത്. എന്തായാലും അവിടെ വരെ പോയിട്ട് വരാം. എന്തിനാ സാറേ അങ്ങോട്ട് പോകുന്നത്? തനിക്ക് പേടിയുണ്ടോ ഞാൻ അങ്ങോട്ട് പോകുന്നതിൽ എന്ന് CI ചോദിക്കുകയാണ്. അങ്ങനെ വാടോ എന്നും പറഞ്ഞ് പോലീസുകാരെല്ലാവരെയും വിളിച്ചുകൊണ്ട് അവിടേക്ക് പോവുകയാണ്. പുറകെ അമലവും വേലുവും അതുപോലെ ശാന്തേച്ചി അവിടെയുണ്ട്. അതെ, ഇതിൻ്റെ അടിയിൽ എന്താ ഉള്ളതെന്ന് എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഞാൻ ആ അവസരം തന്നെ ഇതിൻ്റെ അടിയിലുള്ള ബോഡി എടുക്കേണ്ടതായിരുന്നു. എന്തായാലും ഇതെടുത്തതിന് ശേഷം നിങ്ങൾ രക്ഷപ്പെടണമെന്ന് എനിക്കൊന്ന് കാണണം. നീയും നിന്റെ മുതലാളിയും പിന്നെ ആ രതീഷ് എന്ന് പറയുന്നവനും ഒക്കെ പെടും, അത് ഉറപ്പാണ്. പിന്നെ ഇതിന്റെ പുറകിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് സത്യങ്ങൾ പുറകെയായിട്ട് വരും. എന്നെ നിങ്ങൾ കളിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഞാനൊരു കേസ് ഏറ്റെടുത്തല്ല, സത്യസന്ധമായി അന്വേഷിച്ച് അതിന്റെ എല്ലാതും ഞാൻ തെളിവോടുകൂടി കൊണ്ടുവരും. അതാണ് എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ ഭീഷണിപ്പെടുത്തി അങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും മണ്ണ് മാന്തി എടുത്തിട്ട് ബാക്കി എന്തായാലും സംസാരിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ CI നിൽക്കുകയാണ്. എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ അമലുവിന്റെ മുഖത്ത് നല്ലൊരു പേടിയോടുകൂടിയുള്ള ഒരു ഭാവവ്യത്യാസമുണ്ട്. ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.